ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ബ്ലൗസിൻ്റെ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാണ് ആ മെറ്റീരിയൽ. അപ്പോൾ ഇത് വെച്ചിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പോണേണ്. 46 ഇഞ്ച് സൈസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ലൈനിങ് ആണിത്. അപ്പോൾ ഇത് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആയതുകൊണ്ട് ഞാനിത് ഇതുപോലെ ഓപ്പൺ ഭാഗം ഇങ്ങോട്ടേക്ക് നീക്കിയിട്ടു. എന്നിട്ട് നമുക്ക് ഈ അരികൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കാം. താഴ്ഭാഗവും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുക. എന്നിട്ട് 16 ഇഞ്ച് ലെങ്ത്താണ് അവർക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനൊരു 16.25 ഇതുപോലെ അടയാളപ്പെടുത്തി ഇത്തിരി കൂടി നീക്കി വെച്ചു. ഇവിടെയും അടയാളപ്പെടുത്തി ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. 6 ഇഞ്ച്, അതുപോലെ തന്നെ 6 ഇഞ്ച് താഴേക്ക് ഇതുപോലെ വരച്ചു. അത് ഇങ്ങോട്ടേക്ക് 6 ഇഞ്ച് എവിടെയാണെന്ന് നോക്കിയിട്ട് വേണം ഇവിടെ വരയ്ക്കാൻ. ഇവിടെയാണ്. അത് ഇതുപോലെ വരച്ചു. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ കറക്റ്റ്. ഇനി ഇവിടെ നിന്നും ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തണം. 46 ഇഞ്ചാണ്. 46 വരുമ്പോൾ 11.5 വരിക. അവിടെ നിന്ന് ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്താം. 3 ഇഞ്ചാണ്. അപ്പം ഇവിടെ നിന്നും ഇതുപോലൊന്ന് ചെരിച്ചു കൊടുക്കുക. ഇതിപ്പോൾ 1.25 ഇഞ്ച് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് 19 ഇഞ്ചാണ് കിട്ടുക. ഇവിടെ നമ്മൾ ചെരിച്ചു കൊടുക്കാനുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തയ്യൽ തുമ്പ് വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്ലൗസിൻ്റെ കൈക്കുഴി ഇതുപോലെ അളക്കുമ്പോൾ 19 കിട്ടേണ്ടത്. കറക്റ്റ് 19. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ വണ്ണം അടയാളപ്പെടുത്തണം. അത് 40 ഇഞ്ചാണ്. 40 അപ്പം 10 ഇഞ്ചാണ്. 4 10 40 ഇവിടെ വന്നു. പിന്നെ ഞാൻ ഒരു 1/4 ഇഞ്ച് ടക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. അതിങ്ങോട്ട് നീട്ടി വരച്ചു. ഇനി നമുക്ക് ഇത് തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. ഈ ടക്ക് കൊടുക്കണം 1/4 ഇഞ്ച്. ഇവിടെ നമ്മുടെ ചെസ്റ്റ് വണ്ണം അനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് 4.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പം ഇവിടെ നിന്ന് മുകളിലേക്ക് 4 ഇഞ്ച് കൊടുത്താൽ മതി. അതിങ്ങനെ വരും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും നമ്മളൊരു ടക്ക് പിടിച്ചാൽ മതി. അതൊന്നും വരച്ചു കൊടുക്കാറില്ല. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബാക്ക് നെക്ക് അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പം ഇവർക്ക് സ്ക്വയർ നെക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 ഇഞ്ചിലാണ് 10.5 ഇഞ്ചിലാണ് നെക്ക് അടയാളപ്പെടുത്തിയത്. ഇത് നമുക്ക് കഴുത്തകലം 3 ഇഞ്ച് കൊടുക്കുക. അപ്പം ഇവിടെ ഒരു 3.25 ഇഞ്ച് നീക്കിയിടാം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇതുപോലെ വരക്കാം. ഇതിപ്പോൾ നമ്മൾ ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ ചെയ്യണത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തു. അത് തയ്ക്കുമ്പോൾ അങ്ങോട്ട് ചെരിച്ച് ഇതാക്കലാണ്. അപ്പോൾ അങ്ങനെ ആയാലും മതി.
ഇത് താഴത്തെ ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. ഫ്രണ്ട് പീസ് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തത് നേരെ തിരിച്ചിടുക. തുണിയെ നേരെ ഓപ്പോസിറ്റ് ആക്കി ഇടണം. അപ്പോൾ ഇതാ ഓപ്പൺ ഭാഗം അപ്പുറത്ത് വന്ന് ഇനി ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ അര ഇഞ്ചില്ലേ, ആ അര ഇഞ്ച് താഴേക്ക് നീക്കി വെച്ചേക്കണം. ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ അല്ലല്ലോ, അപ്പോൾ അതിങ്ങനെ വെക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ചെയ്തു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വരച്ചെടുക്കണം. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്. ഇനി ഇവിടെ നമ്മൾ നെക്ക് വരും. അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഇതാണ്. ഇങ്ങോട്ടേക്ക് വെറുതെ ഒരു അല്പം വരച്ചിടും. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് പിന്നെതാ ഇങ്ങോട്ടേക്ക് വരച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒറിജിനല്. ഇനി ഇതിൻ്റെ ഇവിടെ നമുക്ക് ഒരു ഇഞ്ച് കൂടുതൽ കൂട്ടി കൊടുക്കണം. ഇത് നമ്മുടെ കറക്റ്റ് അളവാണിത്. ബാക്ക് പീസിൻ്റെ ഇനി ഇവിടെ നിന്നും ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുക. ഇത് ഫ്രണ്ട് പീസാണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ഒരു കട്ടിങ് വരില്ലേ, അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു 3/4 ഇഞ്ച് കൂടുതൽ എടുക്കണം. ആ 3/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീട്ടി വരക്കണം. എന്നിട്ട് ഇതെടുത്ത് മാറ്റാം. നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ടിനൊക്കെ അടയാളപ്പെടുത്താം. 8.5 ഇഞ്ചാണ് ഫ്രണ്ടിനൊക്കെ. 8.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. അപ്പോൾ നമ്മൾ 3 ഇഞ്ചാണ് ഗ്യാപ്പ് കൊടുത്തിരുന്നത്. അതായത് കഴുത്തകലം 3 ഇഞ്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഒരു ഇച്ചിരി കൂടി വിടർച്ചയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് കൂടി അപ്പുറത്തേക്ക് നീക്കി കൊടുക്കുക. അപ്പോൾ 3.25 അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇതുപോലെ ചെയ്യാം. ഇനി ഇവിടെ നിന്നും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഏതാകൃതിയാണോ വേണ്ടത് അതെടുക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്നും ഒരു 4 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തണം. നിന്നും ടക്ക് പോയിന്റില്ലേ 11.5 ഇഞ്ചാണ് ഇവരുടെ ടക്ക് പോയിന്റ്. അതൊക്കെ നമ്മൾ ബോഡി മെഷർമെന്റ് എടുക്കുമ്പോൾ ഒന്ന് നോക്കണേ. പിന്നെ നമ്മൾ ഇത് ഇപ്പം ഈ പോയിന്റില്ലേ, അത് നമ്മൾ ഇവിടെ എടുത്തത് 4 ഇഞ്ചാണ്. അപ്പം 4 ഇഞ്ച് 4.25 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. 4.25 ഇഞ്ച്. അപ്പം ഇവിടെ ഒരു 4.25 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തുക. കണ്ടോ? ഇതല്ല കേട്ടോ, ഇത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തതായിരുന്നു. ഇതാണ് കറക്റ്റ്. എന്നിട്ട് നമ്മൾ ഇത് നേരെ ഇങ്ങോട്ടേക്ക് ഒന്ന് ഇങ്ങനെ വരും, ചെരിഞ്ഞ പോലെ വരും കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്കൊന്ന് ഒരു ഷേപ്പ് കൊടുക്കുക. കണ്ടോ? ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ടക്കിൻ്റെ എന്താണ് ടക്കകലില്ലേ, മെയിൻ ടക്ക് 2.25 അടയാളപ്പെടുത്തണം. ഇതല്പം വണ്ണമുള്ളതാണല്ലോ, അപ്പോൾ 2.25 അടയാളപ്പെടുത്തി. അപ്പോൾ അവിടെ നിന്നും 2 ഇഞ്ച് മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ വരച്ചു കൊടുക്കണം. എന്നിട്ട് ഇവിടെ നിന്നും ഒരു ഷേപ്പാണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. കണ്ടോ? ഒരു ഷേപ്പിൽ വരും. ഇനി നമ്മൾ ഇവിടെ നിന്നും ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ചെരിച്ചു വരക്കണം. കണ്ടോ? എന്താണ് കൈക്കുഴി, ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടാനുണ്ട്. ഇതുപോലൊന്ന് കുഴിച്ചു കൊടുക്കുക. ഇതിപ്പോ കുഴിച്ചത് ഒരു 1/2 ഇഞ്ച് ഉണ്ട് കേട്ടോ. 1/2 ഇഞ്ച് കുഴിച്ചു വരച്ചിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ നമുക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് അങ്ങോട്ട് കീറി പോയാൽ മതി. കണ്ടോ? അപ്പൊ
അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ മോനെ പോലെ നിൽപ്പില്ലേ, അതൊരു അല്പം അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കളഞ്ഞ്. ഇപ്പൊ കറക്റ്റാ. നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പൊ ഈ ഒരു പോയിന്റ് ഇല്ലേ, അത് നമ്മൾ ഒന്ന് നോട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് തയ്ക്കുമ്പോൾ ഇത് കറക്റ്റ് ആണെന്ന് അറിയാൻ ഇവിടെ വരുമ്പോൾ സെയിം പോലെ വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കയറി ഇറങ്ങി പോകും. അപ്പൊ അത് ചെക്ക് ചെയ്യാനായിട്ട് ഇത് നല്ലതാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിനി മെയിൻ പീസിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നമ്മളിത് കട്ട് ചെയ്തെടുത്തു. അപ്പൊ ഇതില് പഫ് സ്ലീവിനുള്ളത് തികയില്ല. അപ്പൊ നമ്മളിത് ചെറിയ സ്ലീവായിട്ട് തന്നെയാണ് കേട്ടോ. ജോയിന്റ് കൊടുക്കണം, എന്നാലും ചെറിയ സ്ലീവായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇതിന് 6 ഇഞ്ച് മതി. ശരിക്കും 10.5 ഇഞ്ച് പറഞ്ഞത് പഫ് വെച്ചിട്ടുള്ളതായിരുന്നു. നമുക്ക് പഫിനുള്ളത് തികയില്ല. അതുകൊണ്ട് നമ്മൾ 6 ഇഞ്ചിൽ കൈയെടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 6 ഇഞ്ചും പിന്നെ തയ്യൽ തുമ്പ് കൂടി കൂട്ടി 7 ഇഞ്ച് വരും. ആ 7 ഇഞ്ച് താഴേക്കും ഒന്ന് അടയാളപ്പെടുത്തുക, ഒരു ഏകദേശം താഴേക്ക്. എന്നിട്ട് ഇവിടെ നിന്നും 3 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ഇത് താഴേക്ക് 16 ഇഞ്ചാണ് ഇവിടുത്തെ വണ്ണം വരേണ്ടത്. 16 ഇഞ്ച് കിട്ടും. പിന്നെ അതുപോലെ കൈക്കുഴി നമുക്ക് 19 ഇഞ്ചായിരുന്നു, അത് 19 ഇവിടെ കിട്ടും. അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യാം. നമ്മൾ പഫ് സ്ലീവ് ആയതുകൊണ്ടാണ് നീക്കിയിട്ട് കട്ട് ചെയ്തത്. ഇതാണ് ഒറിജിനൽ സ്ലീവ്. ഇതിന്റെ നോട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഈ പട്ട ഉള്ള ഭാഗത്ത് ഈ കൈ എടുക്കാം. അപ്പൊ ഇത് അരയിഞ്ച്, ഇത് തമ്മിൽ അരയിഞ്ച് പോകും. ബാക്കിയുള്ളത് കൈക്കെടുക്കാം. താഴെ ഒരു കുറച്ച് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഇതുപോലെ ഒന്നങ്ങോട്ട് കട്ട് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അത് അടുത്ത വീഡിയോ ഇടാം. താങ്ക് യു.